ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷേ എല്ലാ പോർഷൻസും മറന്നു പോകുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അതിന് ആകെ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. പഠിച്ചത് മറന്നു പോവുക എന്നുള്ളതാണോ നിങ്ങളുടെ പ്രധാന പ്രശ്നം? ലൈവ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സ്റ്റുഡൻസ് ഞങ്ങളോട് മെസ്സേജ് ചോദിച്ചാൽ സാർ ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷേ എല്ലാ പോർഷൻസും മറന്നു പോകുന്നുണ്ട്, ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അതിന് ആകെ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. പഠിച്ചത് മറന്നു പോകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പഠിച്ചത് മറന്നു പോകും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും വീണ്ടും പഠിക്കാൻ നിൽക്കും. അല്ലാണ്ട് പഠിച്ചതെല്ലാം ഞാൻ ഓർത്തിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരാൾ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നു പോകും. മറന്നു പോകാണ്ടിരിക്കലും ഞാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ടൈംസ് അത് പ്രാക്ടീസ് ചെയ്യണം. നമുക്കറിയാം 10ാം ക്ലാസ് +2 പോലെയുള്ള ബോർഡ് എക്സാമിനൊക്കെ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിലെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ആ സമയത്തൊക്കെ നമുക്ക് മെമ്മറി കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് എക്സാമിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കോമ്പറ്റീഷൻ എൻട്രൻസ് പോലുള്ള ഒരു കോമ്പറ്റീഷൻ എക്സാമിന് ഒരുപാട് സബ്ജക്റ്റുകൾ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ച് ഒരൊറ്റ ദിവസത്തെ എക്സാം എഴുതാനാണ് പോകുന്നത്. ഈ സമയത്തേക്ക് നമുക്ക് യൂസ്ഫുൾ ആവുക നമ്മളെ മെമ്മറിനേക്കാളും കൂടുതൽ നമ്മളെ പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസ് കാരണം നമ്മൾ എന്താവും? കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവും. ഈ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാം എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളെ മിഡ് വേ പ്രിപ്പറേഷനിലാണ്. ഈ സമയത്ത് മെമ്മറി ഹെൽപ്ഫുൾ ആവില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് വളരെ ടെൻസ്ഡ് ആവും, പാനിക്കാവും. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങൾ എനിക്ക് പതുക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതെന്നുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ ടെൻഷൻ, ഈ കാര്യങ്ങൾ എന്നുള്ളതാണ്. കാരണം നിങ്ങൾ സീരിയസ്ലി പഠിക്കാൻ തുടങ്ങി റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ വിഷമിച്ചിരിക്കാണ്ട് കൂടുതൽ മുന്നോട്ടിറങ്ങി നന്നായി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുക. മറക്കുക എന്നുള്ളത് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും എന്നുള്ളത് മൈൻഡിൽ കീപ്പ് ചെയ്യുക. എന്നിട്ട് മറക്കാൻ വേണ്ടി തന്നെ പഠിക്കുക. വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, ഓർത്തെടുക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.